360 ഡേയ്സ് ചലഞ്ചിൻ്റെ 3-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവ്. ഈ ലോകത്ത് നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പേരൻസിനെ, മക്കളെ, സുഹൃത്തുക്കളെ, ജീവിത പങ്കാളിയെ. പക്ഷെ ഒരു കാര്യം മാത്രം പലപ്പോഴും നാം മറന്നു പോകുന്നു. അത് നമ്മളെ തന്നെയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. അവസാനമായി നിങ്ങൾ നിങ്ങളെ അഭിനന്ദിച്ചത് എപ്പോഴാണ്? അവസാനമായി കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ചത് എപ്പോഴാണ്? അവസാനമായി ഞാൻ നല്ലൊരു മനുഷ്യനാണ് എന്ന് നിങ്ങളോട് നിങ്ങൾ തന്നെ പറഞ്ഞത് എപ്പോഴാണ്? മിക്കവർക്ക് ഉത്തരം ഉണ്ടാകില്ലല്ലേ? കാരണം നമ്മൾ നമ്മളെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കാൻ പഠിച്ചവരാണ്. ആരെങ്കിലും നമ്മളെ ഒന്ന് വിമർശിച്ചാൽ നമ്മൾ ദിവസങ്ങളോളം വിഷമിക്കും. അത് ഓർത്ത് തന്നെ നടക്കും. ആരെങ്കിലും പ്രശംസിച്ചാലോ അത് കേട്ട് സന്തോഷിക്കും. അപ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റുള്ളവരുടെ കയ്യിലല്ലേ നാം കൊടുത്തിരിക്കുന്നത്? അത് ശരിയാണോ? അല്ല. നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലായിരിക്കണം. സ്വയം സ്നേഹിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് സ്വാർത്ഥനാകുക എന്നല്ല. മറ്റുള്ളവരെ അവഗണിക്കുക എന്നതുമല്ല. അതിൻ്റെ അർത്ഥം സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കുക, സ്വന്തം മനസ്സിന് വിശ്രമം നൽകുക, സ്വന്തം സ്വപ്നങ്ങൾക്ക് സമയം കണ്ടെത്തുക, തെറ്റ് ചെയ്താൽ സ്വയം ക്ഷമിക്കുക. ഇതൊക്കെയാണ്. ഒരു ചെറിയ കഥ പറയാം. ഒരു തോട്ടക്കാരൻ എല്ലാ ദിവസവും തൻ്റെ ചെടികൾക്ക് വെള്ളം കൊടുക്കും. പക്ഷെ ഒരു ദിവസം തൻ്റെ വീട്ടുമുറ്റത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചെടിക്ക് മാത്രം വെള്ളം കൊടുക്കാൻ മറന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെടി ഉണങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ട്? കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചെടിയെ അവൻ ശ്രദ്ധിച്ചില്ല. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. എല്ലാവരെയും ശ്രദ്ധിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും. ഒരു ദിവസം നമ്മുടെ മനസ്സും ക്ഷീണിക്കും. നിങ്ങൾക്ക് കുറവുകൾ ഉണ്ടായിരിക്കാം. ചില സ്വപ്നങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ലായിരിക്കാം. ചിലർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം. പക്ഷേ അതൊന്നും നിങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നില്ല. ഓരോ മനുഷ്യനും വിലപ്പെട്ടവനാണ്. നിങ്ങളും അതിലൊരാളാണ്. പലരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്കിന്ന് ഒന്നിനും കഴിയില്ല, ഞാൻ ഭാഗ്യവാനല്ല, എനിക്ക് കഴിവില്ല എന്നിങ്ങനെ സ്വയം പറയാറുണ്ട്. ഒരിക്കൽ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഈ വാക്കുകൾ പറയുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം? നമ്മൾ ആ സുഹൃത്തിനോട് നിരന്തരം ഈ വർത്തമാനങ്ങളാണ് പറയുന്നതെങ്കിൽ അവർക്ക് ബോറടിച്ചു തുടങ്ങും. അതിലൊരു സംശയവുമില്ല. ഇന്നു മുതൽ ഒരു പുതിയ ശീലം തുടങ്ങാം. രാവിലെ കണ്ണാടിയിൽ നോക്കൂ. പുഞ്ചിരിയോടെ പറയൂ, ഞാൻ വിലപ്പെട്ട ഒരാളാണ്, എനിക്ക് വളരാൻ കഴിയും, ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ആദ്യത്തെ ദിവസം അത് വിചിത്രമായി തോന്നാം. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ തുടങ്ങും. ഓർക്കുക, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നുമില്ല. അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റുള്ളവർ എന്തു പറയുന്നു നോക്കി വിഷമിച്ച് നടന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ അതിൽ നിന്ന് ഏറെ അകലെയാണ് ഞാൻ. കംപ്ലീറ്റായിട്ട് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് തന്നെ വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ നിങ്ങളെ തന്നെ ബഹുമാനിച്ച് ജീവിക്കാൻ എല്ലാവർക്കും കഴിയും. ഈ 360 ഡേയ്സ് ചലഞ്ച് ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമല്ല. ഓരോ ദിവസവും എന്നെ തന്നെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനാണ്. നിങ്ങളും ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വളരാം. ഒരാൾ മറ്റൊരാളെ പ്രചോദിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചലഞ്ച്. ഇന്ന് ഒരു പേപ്പർ എടുക്കൂ. അതിൽ നിങ്ങളെക്കുറിച്ചുള്ള 3 നല്ല കാര്യങ്ങൾ എഴുതൂ. ചെറുതായാലും മതി. നിങ്ങൾ സത്യസന്ധനായ ആളായിരിക്കാം, കഠിനാധ്വാനം ചെയ്യുന്ന ആളായിരിക്കാം, കരുണയുള്ള ആളായിരിക്കാം. നിങ്ങളിൽ നന്മകൾ ഒരുപാടുണ്ട്. അവ തിരിച്ചറിയാൻ തുടങ്ങൂ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മാറ്റം ആരംഭിക്കുന്നത്.
ഡേ 3 ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവയ്ക്കൂ. ഈ 360 ദിവസത്തെ എന്നോടൊപ്പം തുടരാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഡേ 4 വീണ്ടും കാണാം. നന്ദി.